ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 103-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. നാം ഇന്ന് 10-ാം അധ്യായത്തിലേക്ക് പ്രാർത്ഥനയോടെ കടക്കുകയാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും അതിൻ്റെ ഒടുവിലത്തെ ഭാഗം, അതായത് 24-ാം വാക്യവും ഞാൻ അങ്ങേ വായിച്ച് കേൾപ്പിക്കാം. 1-ാം വാക്യം ശ്രദ്ധിച്ചാലും. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ തൈലപാത്രം എടുത്ത് ശൗലിൻ്റെ തലയിൽ ഒഴിച്ച് ശൗലിനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. തുടർന്ന് 24-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അപ്പോൾ ശമൂവേൽ സർവ്വജനത്തോടും, യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവ്വജനത്തിലും അവനെപ്പോലെ ഒരുത്തനും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ ജയ ജയ എന്ന് ആർത്തു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിങ്കൽ ശൗലിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കുവാൻ ശമൂവേൽ പ്രവാചകൻ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഒടുവിലത്തെ ഭാഗം 24-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് വ്യത്യാസമുണ്ട്. ആ രാജാവായി തിരഞ്ഞെടുത്തവനെ ജനമധ്യത്തിൽ ദൈവം ശമൂവേൽ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഇത് രണ്ടും അനുഗ്രഹീതമായ 2 ചിന്തകൾ നമുക്ക് തരുന്നു. ഒന്നാമത്തെ കാര്യം എന്താണ്? 10-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് ശൗലിൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്. അഭിഷേക തൈലം അവൻ്റെ തലയിൽ ഒഴിക്കുകയാണ്. എന്തിനാണ്? ഒരു ശുശ്രൂഷ അവൻ്റെ മുൻപിലുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് രാജപദവി എന്ന് പറയുന്നതും ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷയായി കാണേണ്ടുന്നതാണ്. പല രാജാക്കന്മാരും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അവർ യഹോവയെ കോപിപ്പിച്ചു എന്നുള്ളതും ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തുവെന്നും ദൈവസന്നിധിയിൽ ദുഃഖകരമായിരുന്നുവെന്നും തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില രാജാക്കന്മാർ അങ്ങനെയല്ല. അവർ ശുശ്രൂഷയായി തന്നെ അതിനെ കാണുന്ന അനുഗ്രഹീതമായ ചിത്രവും വേദപുസ്തകത്തിൽ കാണാം. അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരുന്നു. ഇവിടെ ഇതാ അഭിഷേക തൈലമെടുത്ത് അവൻ്റെ തലയിൽ ഒഴിക്കുകയാണ്. തന്നെയുമല്ല, അവനെ ചുംബിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി. ആ അവകാശമേതാ? ഇസ്രയേൽ ജനമാ. ഇസ്രയേൽ ജനമെന്ന ദൈവത്തിൻ്റെ അവകാശത്തിന്, മിസ്രൈം എന്ന ഇരുമ്പുലയിൽ നിന്ന് ദൈവം വീണ്ടെടുത്ത അവിടുത്തെ അവകാശമായ ദൈവജനം. തന്നെയുമല്ല, മറ്റ് പല ജാതികൾ ഉണ്ടായിരുന്നിട്ടും അവരോട് ഇഷ്ടം തോന്നി അവരെ തനിക്കായിട്ട് സമ്പത്തായി കണ്ട, അവകാശമായി കണ്ട സ്വർഗത്തിലെ ദൈവം, ആ അവകാശത്തിനാണ് പ്രഭുവായിട്ട് ശൗലിനെ അഭിഷേകം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവം നമ്മെ തൻ്റെ ശുശ്രൂഷകൾ ഏൽപ്പിക്കുമ്പോൾ അത് ദൈവം എനിക്ക് ദൈവജനത്തെ ശുശ്രൂഷിപ്പാൻ തന്ന അവസരമാണ് എന്നോർക്കണം. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ അവകാശമാണ്. ദൈവത്തിൻ്റെ ജനമായ ദൈവത്തിൻ്റെ അവകാശത്തെ ശുശ്രൂഷിപ്പാൻ പ്രിയപ്പെട്ടവരെ വളരെ പ്രാർത്ഥന, വളരെ സമർപ്പണം നമുക്ക് ആവശ്യമുണ്ട്. ഈ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം തന്നെ ആ ശൗലിനെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുന്നു. അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. ഇതത്ര ധന്യമായ ചിന്തയാണ്. ഒരുവനെ കർത്താവാണ് വേർതിരിക്കുന്നത്. തന്നെയുമല്ല, അഭിഷേകം എന്ന് പറയുന്നത് ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള പ്രാപ്തി നൽകുന്ന വിഷയമാണ്. അങ്ങനെയെങ്കിൽ
ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രാപ്തി തരുന്നതും സ്വർഗത്തിലെ ദൈവമാണ്. ഒരിക്കലും ശൗലിന് തൻ്റെ കഴിവുകൊണ്ട് തൻ്റെ ജനമായ ഇസ്രായേലിനെ നയിപ്പാൻ കഴിയുകയില്ല എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം അവനെ വേർതിരിക്കുന്നുവെന്ന് മാത്രമല്ല, അവനെ അഭിഷേക തൈലം ഒഴിച്ച് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനെ യോഗ്യനാക്കി തീർക്കുന്ന, പ്രാപ്തി നൽകുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം എന്തിനാണ് സങ്കടപ്പെടുന്നത്? നമ്മെ വിളിച്ച വേല പൂർത്തീകരിപ്പാൻ നാം ദൈവ മുൻപാകെ താണിരുന്ന് കൊടുക്കുമെങ്കിൽ നമ്മെ അതിനായിട്ട് പ്രാപ്തരാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നമ്മുടെ കഴിവ് കൊണ്ടല്ല, അതുകൊണ്ടൊന്നും സാധിക്കയില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ സത്യമൊന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മെ കർത്താവ് ഉപയോഗിക്കും, കർത്താവ് നമുക്ക് പ്രാപ്തി തരുമെന്നുള്ള വലിയ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരണം. അതാണ് ആദ്യത്തെ വിഷയമെന്ന് പറയുന്നത്. എന്നാൽ 24-ാം വാക്യത്തിൽ ആ വാക്യം ഒന്നുകൂടെ പറയട്ടെ. അപ്പോൾ ശമൂവേൽ സർവ്വജനത്തോടും, യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവ്വജനത്തിലും അവനെപ്പോലെ ഒരുത്തനുമില്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ ജയ ജയ എന്നാർത്തു. ഇവിടെ എന്താ കാണാൻ കഴിയുന്നത്? 1-ാം വാക്യത്തിൽ അവനെ അഭിഷേകം ചെയ്തു ചുംബിച്ചു. അവനെ ഇസ്രയേൽ ജനത്തിന് ദൈവം രാജാവായി തിരഞ്ഞെടുക്കുന്നു, അവനെ വേർതിരിക്കുന്നു, ശുശ്രൂഷകൾ ചെയ്യുവാൻ അവനെ പ്രാപ്തനാക്കുന്നു. എന്നാൽ ഇപ്പോൾ വായിച്ച വാക്യത്തിൽ അങ്ങനെ വേർതിരിച്ചവനെ, ശുശ്രൂഷകൾ ചെയ്യുവാൻ പ്രാപ്തനെന്ന് കർത്താവ് കണ്ടവനെ, കർത്താവ് അതിന് യോഗ്യതയും കൃപയും കൊടുത്തവനെ, ജനത്തിൻ്റെ മധ്യത്തിൽ അവൻ രാജാവാണ് എന്ന് വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ കാര്യം. എന്നെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകൾ ഒരു പക്ഷേ എന്നെ ആരും അറിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. നമ്മെ ജനത്തിൻ്റെ മധ്യേ വെളിപ്പെടുത്തുന്നത് നമ്മുടെ കാര്യമല്ല, മറിച്ച് അത് കർത്താവിൻ്റെ വിഷയമാണ്. ഓരോരുത്തരെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവം അത് വെളിപ്പെടുത്തിക്കൊള്ളും. എന്നാൽ ജീവിതത്തിൻ്റെ കുറവുകൾ ആ വെളിപ്പെടുത്തലിന് തടസ്സമായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. എങ്കിൽ മാത്രമേ ദൈവം ജനമധ്യത്തിൽ അഭിമാനത്തോടുകൂടെ നമ്മളെ ഉയർത്തി കാണിക്കുകയുള്ളൂ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ചിന്ത വരാനായിട്ടിടയായിത്തീരണം. കർത്താവെ, എന്നെ ആരും അറിയുന്നില്ല എന്നുള്ളതിന് എനിക്ക് സങ്കടമുണ്ട് എന്നുള്ളതല്ല, മറിച്ച് കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുമ്പോൾ എന്നെ വെളിപ്പെടുത്തുന്നൊരു ദൈവമാണ് അങ്ങ് എനിക്ക് ശുശ്രൂഷകൾ തരുന്നുണ്ട്. അത് ചെയ്യുവാനുള്ള പ്രാപ്തിയും അങ്ങയുടെ കൃപയാൽ അങ്ങ് ആണല്ലോ തരുന്നത് എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിപ്പാൻ, ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ, ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിപ്പാനായിട്ട് സാധിക്കണം. ഓർക്കുക, സ്വയശ്രമങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന അവസരങ്ങൾ, മറ്റു മനുഷ്യർ തരുന്ന അവസരങ്ങൾ അത് വേഗത്തിൽ മാറും. എന്നാൽ ദൈവമാണ് ശുശ്രൂഷ ഏൽപ്പിക്കുന്നതെങ്കിൽ അത് ഉയർച്ച താഴ്ചകൾ വന്നേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം, പ്രതിബന്ധങ്ങൾ ആഞ്ഞടിച്ചേക്കാം. എന്നാൽ ദൈവമാണ് തരുന്നതെങ്കിൽ ആ ശുശ്രൂഷ ഒടുവോളം നിവർത്തിപ്പാൻ നിനക്ക് ദൈവം അവസരങ്ങളും തരും. അത് വ്യത്യസ്തമായ നിലകളിലായിരിക്കാം. ഒരുപക്ഷെ നാം ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മെ ഏൽപ്പിക്കുന്നത് ചെയ്തു തീർപ്പാനുള്ള കൃപ തരുന്നൊരു ദൈവമുണ്ട്, നമ്മെ വെളിപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്, നമ്മെ വേർതിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിൻ്റെ മുൻപാകെ നമുക്ക് താണിരിക്കാം. ദൈവം അങ്ങേ സഹായിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.